ദേശാഭിമാനിയിലെ ഒരു വാർത്ത ഞാനൊന്ന് വായിക്കണം കേട്ടോ. അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് കേൾക്കാതെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ പോകരുത്. അത് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പെണ്ണം തോന്നിയാൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണം. വിമർശനം ഉണ്ടെങ്കിൽ താഴെ കമന്റ് എഴുതി എന്നെ തിരുത്താൻ വേണം. ഒന്നുകൂടി ഞാൻ പറയുന്നു, ഇത് നമ്മുടെ കാര്യമാണ്. വാർത്ത ഒന്ന് വായിക്കട്ടെ, അതിനുശേഷം ബാക്കി എനിക്ക് പറയാനുള്ളത് പറയാം. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ 20-ന് നടത്താൻ തീരുമാനിച്ച അഖിലേന്ത്യാ പണിമുടക്ക് മാറ്റിവെച്ചു. രാജ്യത്തെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് ജൂലൈ 9-ലേക്കാണ് പണിമുടക്ക് മാറ്റിവെച്ചതെന്ന് CITU പ്രസ്താവനയിൽ പറഞ്ഞു. രാജ്യം ഗുരുതരമായ സാഹചര്യത്തെ അഭിമുഖീകരിക്കുമ്പോഴും പിന്തിരിപ്പൻ തൊഴിൽ കോഡുകൾ നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നത് CITU ചൂണ്ടിക്കാട്ടി. 14 ദേശീയ ട്രേഡ് യൂണിയനുകളും കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ സംഘടനകളും ബാങ്ക്, ഇൻഷുറൻസ് തുടങ്ങിയ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ സംഘടനകളും ചേർന്നാണ് ദേശീയ പണിമുടക്കിന് ആഹ്വാനം നൽകിയിരിക്കുന്നത്. ഇത് കേട്ടാൽ തോന്നുന്നത് കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ, അല്ലെ ഇന്ത്യയിലെ 140 കോടി ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ പണിമുടക്കുന്നതെന്ന്. സത്യം എന്താണ്? ഒരു നിമിഷം നിങ്ങൾ ആലോചിക്കും. സത്യം എന്താണ്? ഈ തൊഴിലാളികൾക്ക് ഇന്ന് കിട്ടുന്ന കൊള്ള കൂലിയുണ്ട്, കൊള്ള ശമ്പളമുണ്ട്, ഇല്ലേ? അവർക്ക് കിട്ടുന്ന ലക്ഷക്കണക്കിന് രൂപ സാലറി ഉണ്ട്, തോന്നിവാസങ്ങളുണ്ട് ട്രേഡ് യൂണിയൻ. എന്തായാലും അത് സർക്കാർ മേഖലയിലെ ജീവനക്കാർക്ക്. ഈ യൂണിയൻകാരെ സംബന്ധിച്ചിടത്തോളം നോക്കുകൂലിയാണ്. ഇവിടെ ഒരു പണി ചെയ്യാൻ സമ്മതിക്കില്ല. ഒരു തൊഴിലുടമയെ എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാൻ സമ്മതിക്കില്ല. അവർക്കുള്ള സാധന സാമഗ്രികൾ കൃത്യസമയത്ത് ഇറക്കി കൊടുക്കാൻ സമ്മതിക്കില്ല. ആ തച്ച് തകർത്ത് പൂട്ടിച്ച് ആത്മഹത്യ അല്ലെങ്കിൽ നാട് വെടിച്ച് നടക്കുന്ന ട്രേഡ് യൂണിയൻ സംഘടനകൾ, അവരിൽ പെട്ട കുറച്ച് ആൾക്കാർക്ക് സുഖിക്കാൻ വേണ്ടി, ഇല്ലേ, അത് സുഖിക്കാൻ വേണ്ടി, അവർക്ക് കൂടുതൽ പണം കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് കൊള്ളയടിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ലേ ഈ പണിമുടക്ക് സമരം എന്ന് പറയുന്നത്. ഈ പണിമുടക്കിൽ ജനങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ജനങ്ങൾക്ക്, സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്താ കിട്ടുന്നത്? ഒരു സർക്കാർ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഒരു ഫയലൊന്നും ഒപ്പിട്ട് കിട്ടാത്തതുകൊണ്ട് അവന്റെ കാര്യം മുടങ്ങും. ഒരുപക്ഷെ അവന്റെ ജീവിതത്തിലേക്കുള്ള പ്രതീക്ഷയ്ക്ക് ഒരു ഒറ്റ ദിവസമേ സമയം ഉണ്ടാവുള്ളൂ. ആ സമയത്തിലേക്ക് വേണ്ടിയിട്ട് ഒരു ഒപ്പിട്ട് കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുന്ന സമയത്ത് ഇവർ പണിമുടക്കി കഴിഞ്ഞാൽ അവന്റെ ജീവിതം എന്നേക്കുമായി തകർന്നു പോകും, ഇല്ലേ, അവസാനിച്ചു പോകും. അതുപോലെ സാധാരണക്കാർ, കൂലിപ്പണിക്കാർ, അല്ലെങ്കിൽ ടാക്സി ഡ്രൈവർമാർ, മറ്റുള്ളവർ, ഇവരൊന്നും പണിക്കിറങ്ങാൻ സമ്മതിക്കില്ല. അതായത് അന്നന്ന് ജോലി ചെയ്ത് അതിനുള്ള വരുമാനം വാങ്ങി, അതിനുള്ള അന്നം വാങ്ങി ജീവിക്കുന്ന സാധാരണക്കാരായ ആൾക്കാർ, അതിൽ നിന്ന് മിച്ചം വെച്ച് ലോൺ അടയ്ക്കുന്നവർ, ഡെയിലി പൈസ അടയ്ക്കുന്നവരുണ്ട്, അതുപോലെ മരുന്നിന് പൈസ ഉണ്ടാക്കുന്നവരുണ്ട്, അന്ന് മാത്രം ഒരുപക്ഷെ ജോലി കിട്ടുന്നവരുണ്ട്. അങ്ങനെ എല്ലാ മേഖലയിലും കഷ്ടപ്പെടുന്ന ഒരു വിഭാഗത്തിന്റെ വരുമാനം നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവരുടെ ഈ പണിമുടക്ക് എന്നല്ലാതെ വേറെ എന്തിനാ അത് ഉപകരിക്കുക? ഈ പണിമുടക്കെന്നല്ല, ഏത് പണിമുടക്കോ ആരുടേതായിക്കോട്ടെ, ഈ പണിമുടക്കാനല്ലാതെ പണി കൊടുക്കാൻ വേണ്ടി ഒരു സമരം ഇന്ന് വരെങ്കിലും ഒരു നടത്തിയതായിട്ട് നിങ്ങൾക്ക് അറിയോ? പണിമുടക്കാണ്. പണിമുടക്ക് മാത്രമേ ഉള്ളൂ, മറ്റൊന്നും ഇവിടെ എടുക്കാൻ. എല്ലാം പണിമുടക്കാണ്. പണിമുടക്കി ഈ നാടാകെ മുടങ്ങി കിടക്കുകയാണ്. കേരളത്തിൽ പണിമുടക്കുകളോട് പണിമുടക്ക്. പണ്ട് കുറെ സമരങ്ങൾ ഉണ്ടായിരുന്നു. എന്താണ്? ഞങ്ങൾ പൂട്ടിക്കും എന്നുള്ളൊരു മുദ്രാവാക്യമായിരുന്നു പണ്ട്. അങ്ങനെ പൂട്ടിച്ച് ഇവിടെയുള്ള ചെറുകിട സ്ഥാപനങ്ങൾ മുഴുവൻ പൂട്ടിപ്പോയി. എന്റെ നാട്ടിലെ പാറക്കാട് ഒരു അണ്ടിയാപ്പീസ് ഉണ്ടായിരുന്നു. ആ അണ്ടിയാപ്പീസിൽ 100 കണക്കിന് സ്ത്രീകൾ, ആ പ്രദേശത്തെ നാട്ടിൻപുറത്തെ കുറെ പാവപ്പെട്ട സ്ത്രീകൾ പണിയെടുത്തിരുന്നു. ഒരാഴ്ചയിൽ ഒരു 300, 400, 500 രൂപയാണ് അവർക്ക് ആഴ്ചയിൽ കൂലി കിട്ടുന്നത്. കാരണം അന്നത്തെ കാലത്ത് അത്ര വലിയൊരു കൂലിയാണ്. അതിൽ നിന്ന് 5 രൂപ ആഴ്ചയിൽ കട്ടെടുക്കാൻ വേണ്ടി മാത്രം അവിടെ CITUവിന്റെ യൂണിയൻകാരുണ്ടായിരുന്നു, അല്ലെങ്കിൽ മറ്റുള്ള ഒരു യൂണിയൻകാരുണ്ടായിരുന്നു. ഈ തൊഴിലാളികൾ ഇന്ന് 5 രൂപ പിരിക്കും. ആ പിരിക്കുന്ന 5 രൂപ കൊണ്ട് അവന്റെയൊക്കെ കുടുംബവും അവന്റെ കുട്ടികളും തിന്നും. ഒരു നാണോ മാനോ ഉളുപ്പില്ലാതെ പണിയെടുക്കാതെ ഈ പൈസ വാങ്ങി തിന്നും. അതാണ് യൂണിയൻകാർ. എന്നിട്ട് കുറെ നാൾ കഴിഞ്ഞ് മര്യാദയ്ക്ക് കമ്പനി എങ്ങനെയെങ്കിലും നടത്തിക്കൊണ്ട് പോകുമ്പോൾ പിന്നെ ഒരു സമരം നടത്തും. ആ സമരം നടത്തുന്ന എന്തിനാണ്? ഈ തൊഴിലാളികൾക്ക് ശമ്പളം കൂട്ടാനും മറ്റു ആനുകൂല്യങ്ങൾ കൂട്ടാനും എന്ന് പറഞ്ഞുകൊണ്ടാണ് സമരം നടത്തുന്നത്. അതിന്റെ പേരിൽ അവരുടെ ശമ്പളത്തിന്റെ 3/4 പങ്കും ഇവർ തന്നെ വാങ്ങിയെടുക്കും. ഇവർ തന്നെ വാങ്ങിയെടുത്ത് അവർ തടിച്ചു കൊഴുക്കും. അവസാനം ഗത്യന്തരമില്ലാതെ ആ തൊഴിലുടമ ആ സ്ഥാപനം പൂട്ടും. അങ്ങനെ എത്രയോ തവണ പൂട്ടിയത് എനിക്കറിയാം. പൂട്ടിക്കഴിയുമ്പോൾ ഞങ്ങൾ പൂട്ടിച്ചെന്നുള്ള സന്തോഷത്തോടെ സിന്ദാബാദം വിളിച്ചവർ പിരിയും. പിറ്റേന്ന് മുതൽ അവിടെ പണിയെടുക്കുന്ന ആ പാവം പെണ്ണുങ്ങളുടെ വീട്ടിൽ ആ അണ്ടി കുത്തിരുന്ന് തൊലിച്ചും പൂപ്പല് കളഞ്ഞും പാക്കറ്റിലാക്കിയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ആ പെണ്ണുങ്ങളുണ്ടല്ലോ, അവരുടെ വീട്ടിലെ കുട്ടികളും അവരുടെ ഭക്ഷണവും എല്ലാം തദൈവ അവര് പിന്നെ എന്ത് ചെയ്യും? പിന്നെ മാസങ്ങളോളം അവരുടെ വരുമാനത്തിന് യാതൊരു മാർഗമില്ല, പട്ടിണിയാണ്. അന്ന സമയത്ത് ഈ ചെന്നായ്ക്കൾ ഒരു ഒറ്റ എണ്ണം ആ ഭാഗത്തെ തിരിഞ്ഞു നോക്കുകയോ അല്ലെ ഒന്നും ചെയ്യില്ല. പിന്നെ ഈ തൊഴിലാളികൾ ചെന്ന് കാല് പിടിച്ച് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ട് ആ തൊഴിലുടമ വീണ്ടും സ്ഥാപനം തുറക്കും. വീണ്ടും ഈ പണി തുടങ്ങി
ഒരു 2, 3, 4 മാസം കഴിയുമ്പോൾ വീണ്ടും കൊടിയും കൊണ്ട് ചെന്നായ്ക്കൾ വീണ്ടും അവിടെ ചെല്ലും. എന്നിട്ട് വീണ്ടും അടുത്ത പണി അവിടെ കുത്തിയിരിക്കുകയാണ്. വീണ്ടും തൊഴിലാളി സംഘടനകൾ അതിന്റെ തൊഴിലാളിന്റെ ഒരു ഫീസ് എന്ന നിലയിൽ വീണ്ടും ഈ 5 രൂപ ഇങ്ങനെ വാങ്ങും. അന്ന് 5 രൂപ എന്ന് പറഞ്ഞ വലിയ എമൗണ്ടാണ്. ആകെ 30 രൂപ 40 രൂപ മാത്രം ദിവസക്കൂലി രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്താൽ കിട്ടുന്ന കാലത്താണ് ഈ 5 രൂപ വാങ്ങുന്നത്. അത് മനസ്സിലാക്കണം. ഇന്നത്തെ 5 രൂപയായിട്ട് അതിനെ കണക്ക് കൂട്ടരുത്. അപ്പൊ ആ നിലയിൽ വീണ്ടും വരും. അടുത്ത ഒരു 5, 6, 7 മാസത്തിനുള്ളിൽ വീണ്ടും അവിടെ സമരം നടത്തും. ഇവരുടെ സമരത്തിന് നിന്നു കൊടുക്കാത്തവരെ ജോലി ചെയ്യാൻ സമ്മതിക്കില്ല, അല്ലെങ്കിൽ പുറത്തിറങ്ങി നടക്കാൻ സമ്മതിക്കില്ല. ഭീഷണിയാണ്. ആ വിധത്തിൽ പണി മുടക്കി ആ സ്ഥാപനം വീണ്ടും പൂട്ടിക്കും. ഇന്ന് എന്നേക്കുമായി ആ സ്ഥാപനം പൂട്ടിക്കിടക്കാണ്. അത് ഒരു സ്ഥാപനം മാത്രമല്ല, ചണ്ണപ്പേട്ട ആയിക്കോട്ടെ, കൊല്ലത്തുള്ള അണ്ടി ഓഫീസുകളുടെ ഗതി മുഴുവൻ എടുത്തു നോക്ക്. കൊല്ലത്തല്ല, കേരളത്തിലുള്ള അണ്ടി ഓഫീസുകളുടെ മുഴുവൻ ഗതി എടുത്തു നോക്ക്. അതുപോലെ മറ്റു ചെറുകിട സ്ഥാപനങ്ങളുടെ ഗതി എടുത്തു നോക്കി. ഇതൊക്കെ ഇത്തരത്തിൽ പണി മുടക്കിച്ചതാ. പണി കൊടുപ്പിച്ച എന്തെങ്കിലും ചരിത്രം CT ഇവിടെ എടുത്തിട്ടുണ്ടോ? ഇവിടുത്തെ CPM എടുത്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ പണി മുടക്ക്, തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ 20-ന് നടത്താൻ തീരുമാനിച്ച അഖിലേന്ത്യാ പണിമുടക്ക് ഏത് ചെന്നായ്ക്കളാണ് ഇവരുടെ പണി മുടക്കിയത്? നിങ്ങളൊന്ന് പറയും, ഏത് ചെന്നായ്ക്കളാണ് ഈ തൊഴിലാളികളുടെ ഈ പണി മുടക്കിയത്? പുറത്തുനിന്ന് ആരെങ്കിലും വന്നിട്ടാണോ? ഈ യൂണിയൻകാരെന്ന് പറയുന്ന ചെന്നായ്ക്കൂട്ടങ്ങൾ തന്നെയാണ് ഇവരുടെ പണി മുടക്കുന്നത്. അപ്പൊ ഈ സമരം നടത്തേണ്ടത് ഇത് യൂണിയൻകാരുടെ മേലെയാണ്. ഈ യൂണിയൻകാർക്കെതിരെയാണ് ശരിക്കും സമരം നടത്തേണ്ടത്. ഇവിടെ സമരം നടത്താൻ വേണ്ടി 1-2 ദിവസം ഈ പണിമുടക്ക്, അഖിലേന്ത്യാ പണിമുടക്ക് നടത്തി കഴിയുമ്പോൾ ആ 2 ദിവസത്തെ കൂലി ഇല്ലാതാകുന്നത് പാവപ്പെട്ടവന്റെ വീട്ടില. ആ പാവപ്പെട്ടവന് കൂലി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവനെ പിഴിഞ്ഞുകൊണ്ട് ഈ സമരം നടത്തുന്ന യുവന്മാരുണ്ടല്ലോ, അവന്മാരുടെ വീട്ടിൽ വീണ്ടും നല്ല രീതിയിൽ പോയ്ക്കും. വൈകുന്നേരം അവന്മാര് പൊട്ടിക്കും. എന്നിട്ട് അങ്ങോട്ട് നൊട്ടി നുണയും. അതെല്ലാം ചെയ്യും അവർ. ഇല്ലാതാകുന്നത്, നഷ്ടപ്പെടുന്നത് ഈ പാവപ്പെട്ടവനാ. അതുകൊണ്ട് തച്ച് പായ്ക്കണം ഈ യൂണിയൻ കഴിവേറികളെ. ഇവർ പോയാൽ മാത്രമേ നമ്മളെ നാട് നന്നാവുള്ളൂ. ഇവിടെ ട്രേഡ് യൂണിയന്റെ ആവശ്യമൊന്നുമില്ല. ഇവിടുത്തെ സർക്കാർ കൃത്യമായി നിയമം പാസ്സാക്കുക. ഓരോ തൊഴിലാളിക്കും ഇത്ര ശമ്പളം തീരുമാനിക്കുക. അത് കൃത്യമായി നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അത് നടപ്പിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ തൊഴിലാളിക്ക് നേരിട്ട് സർക്കാരിലേക്ക് പരാതി കൊടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക. അങ്ങനെ ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ ആ പരാതി അന്വേഷിച്ചിട്ട് സത്യമുണ്ടോ വാസ്തവമുണ്ടോ പരിശോധിച്ചുകൊണ്ട് അതിന്റെ കൃത്യമായ നിയമം എന്താണോ പറയുന്നത് നടപ്പിലാക്കുക. അങ്ങനെ നടപ്പിലാക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ആ തൊഴിലുടമയ്ക്കെതിരെ നടപടി സ്വീകരിക്കുക. അങ്ങനെ മതി. ഇവിടെ തൊഴിൽ സംരക്ഷണത്തിന്റെ പേരിൽ ഇവിടെ ട്രേഡ് യൂണിയനുകൾ ഇവിടെ ഉണ്ടാക്കണ്ട. അവരുണ്ടാക്കാൻ തുടങ്ങിയ അന്ന് മുതലാണ് ഇവിടെ തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടായത്. ഇന്നും അവർക്ക് ജീവിക്കാൻ വേണ്ടി കുറെ തൊഴിലാളി നേതാക്കന്മാരുണ്ട്. അവന്മാർക്ക് കുപ്പായം വെളുപ്പിച്ചിട്ട് നാട്ടുകാരെ സേവിപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ഇറങ്ങും. നാട്ടുകാരെ മുഴുവൻ പണം പിടിച്ചു വാങ്ങാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഈ പണിമുടക്ക് ആഹ്വാനം എന്താണ് പറയുന്നത്? 20-ന് നടത്താൻ തീരുമാനിച്ചത് അടുത്ത ജൂലൈ 9-ന് നടത്താൻ തീരുമാനിച്ചിട്ടുള്ള ഈ അഖിലേന്ത്യാ പണിമുടക്ക് ഒരു സമ്പൂർണ്ണ പരാജയമാക്കാൻ ഇന്ത്യയിലെ മുഴുവൻ തൊഴിലാളികളും ഒന്നിച്ച് അണിനിരക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. Different angles. Don't forget to subscribe and support this channel.